ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? പീറ്റർ മഗ്യാറാണ്. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് പീറ്റർ മഗ്യാറാണ്. ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദിൻ്റെ പുതിയ തലവനായി നിയമിതനായത് റോമൻ ഗോഫ്മാനാണ്. ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദിൻ്റെ പുതിയ തലവനായി നിയമിതനായത് റോമൻ ഗോഫ്മാനാണ്. ആഫ്റ്റർ 74 ഇയേഴ്സ് റീസർജൻസ് ഓഫ് കേരള ക്രിക്കറ്റ് ഇൻ രഞ്ജി ട്രോഫി എന്ന പുസ്തകം എഴുതിയതാരാണ്? അമയ് ഖുറാസിയാണ്. ആഫ്റ്റർ 74 ഇയേഴ്സ് റീസർജൻസ് ഓഫ് കേരള ക്രിക്കറ്റ് ഇൻ രഞ്ജി ട്രോഫി എന്ന പുസ്തകം എഴുതിയത് അമയ് ഖുറാസിയാണ്. ബുണ്ടസ്ലിഗ മത്സരത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ക്ലബ്ബ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ബയൺ മ്യൂണിക്കാണ്. ബുണ്ടസ്ലിഗ മത്സരത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ക്ലബ്ബ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ബയൺ മ്യൂണിക്കാണ്. ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയൻ സൈന്യത്തിൻ്റെ കരസേനാ മേധാവിയായി അടുത്തിടെ നിയമിക്കപ്പെട്ട വനിതയാരാണ്? സൂസൻ കോയിലാണ്. ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയൻ സൈന്യത്തിൻ്റെ കരസേനാ മേധാവിയായി അടുത്തിടെ നിയമിക്കപ്പെട്ട വനിത സൂസൻ കോയിലാണ്. ഓക്കെ, താങ്ക് യു.